ഇത് പെണ്ണല്ലേ? ഇപ്പോഴോ? രണ്ടും ഒരാള് തന്നെ. കൊള്ളാം. പകുതി പെണ്ണും പകുതി ആണും. അങ്ങനെ താൻ അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ. അവനാണ് തന്നെയാടോ. പക്ഷേ കൊല്ലാൻ നേരത്ത് മാത്രം പെണ്ണായി മാറും. ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. കൊല്ലണോ അതോ തീർക്കണം? തൽക്കാലം ഒന്നിലും എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അത്രയ്ക്ക് വേണ്ടപ്പെട്ടൊരു ബന്ധമാണ്. തറവാട്ടില് സർപ്പക്കാവിലെ പരിഹാരക്രിയക്ക് പോയിരിക്കവൻ. അവിടുന്ന് തിരിച്ചു വരുന്നത് അവന്റെ ശവമായിരിക്കണം. ഏറ്റു സാർ. സാറിനെ പഞ്ഞിക്കിട്ടവന്റെ പണി ഞാൻ തീർത്തിരിക്കുന്നു. പക്ഷേ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അവൻ ശക്തനാണ്. എത്ര കരുത്തനായാലും ശരി, അവനെ തീർത്തിട്ടേ ഈ റോക്കി മടങ്ങി വരും. ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ? ഓക്കെ സാർ. അപ്പോ ഇനി പണി കഴിഞ്ഞ് കാണാം. വിട്ടോ? ഓക്കെ. ഹലോ ചേട്ടാ, നിങ്ങൾ പോവാൻ റെഡിയായി കഴിഞ്ഞോ? ശിവയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കൊള്ളാം. വരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തു അല്ലേ? പിന്നെ ഞാനെന്ത് വേണം? നിർബന്ധിച്ച് കൊണ്ടുപോന്നേ. നിങ്ങളുടെ അനിയനല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് നിർബന്ധിക്ക്. വരുന്നെങ്കിൽ വിളിച്ചോണ്ട് വാ. ഹലോ, എന്നെങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ വെറുതെ ഏറ്റെടുക്കാൻ നിൽക്കല്ലേ. നീ ചെന്ന് വിളിച്ചാലൊന്നും അവൻ സമ്മതിക്കില്ല. മേടത്തൂർ തിരുമേനിയുടെ പൂജയ്ക്ക് അവനെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ പിന്നെയാണോ ഈ നിസ്സാര കാര്യം എന്നെ കൊണ്ട് സാധിക്കാത്തത്? അത് നീ വിളിച്ചുകൊണ്ടൊന്നുമല്ല, അവൻ ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചതുകൊണ്ടാ. ഓ, അത് ശരി. പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാ പിന്നെ കൂരായണ കൂരായണ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. പുറമെ നിങ്ങളെന്നെ ചീത്ത പറഞ്ഞെങ്കിലും അനിയൻ വന്നത് നിങ്ങൾക്ക് സന്തോഷായി എന്നൊക്കെ എനിക്കറിയാം. അമ്മയുടെ ആഗ്രഹവും നടന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നു എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്ന്. ഞാൻ പോയി ശിവയെ വിളിച്ചോണ്ട് വന്നാ എനിക്കെന്ത് തരും? ഇടി ബേക്കറിക്കാരി, ഒരു തവണ ചക്ക വീണ് മുയല് ചത്തെന്ന് കരുതി എപ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. അങ്ങനെ വെറുതെ ചക്ക വീണ് ചത്ത മുയലൊന്നും അല്ല ചേട്ടാ ഇത്. ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന ഈ വീട്ടിലെ സ്വത്താ അത്. നീ ഈ വീട്ടിലെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ നീ നിന്റെ വീട്ടിൽ പോയി അനിയത്തിയുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് അന്വേഷിക്കേ. അതൊക്കെ കല്യാണം നടത്താൻ തീരുമാനിച്ചവർ തന്നെ അന്വേഷിച്ചാ മതി. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ എന്റെ അനിയത്തിയുടെ കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചത്. എന്നെ ഇവിടെ ഇറക്കി വിടാനുള്ള തിടുക്കം കൊണ്ടല്ലേ. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങളുടെ ഭാര്യ എന്നുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനിയന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കും അവകാശമുണ്ട്. വെറുതെ കയറി ചൊറിയാൻ വരില്ലേ? എന്നാ നീ പോയെന്ന് ശ്രമിച്ചു നോക്ക്, അവനെ റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന്. അയ്യോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങളുടെ അനിയനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ബേക്കറിക്കാരിയെ കൊണ്ട് തോറ്റു. ശിവ,
ശിവ ശിവ ഷടാ ഇതെവിടെ പോയി? ശിവ 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 ഇതെന്തായി കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നേ? രാവിലെ കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതാ. അതിനി പൊരി വെയിലത്തല്ല വന്നിരിക്കേണ്ടത്. രാവിലെ കുറച്ച് നടന്നാ പോരെ? വേഗം എണീറ്റ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ വന്നേ പറ്റൂ. എണീക്ക് ശിവ, വന്നേ. ജ്യോതി പ്ലീസ്. അതൊന്നും പറയാൻ പറ്റില്ല, ഒരു അത്യാവശ്യ കാര്യം ശിവ. ദേ പറഞ്ഞ കേട്ടില്ലെങ്കിൽ പിന്നെ ഈ അടുത്തേമ്മ പിണങ്ങുവേ. പോടുന്നു, ഞാൻ പിണങ്ങി. ഞാൻ വരാം. വാ. വാ. എന്താ? ശിവ, എന്താ ശിവ? എന്താ? ശിവ എന്താ കാണിക്കുന്നേ? വന്നേ, വരാൻ. ശിവ വരാൻ. ശിവ പ്ലീസ്. ശിവ ശിവ അങ്ങോട്ട് നടക്ക. ശിവ അയ്യോ കമ്മല്. ഞാൻ എന്ത് ചെയ്തിട്ട് മായച്ചി അബ്രാഹ്മൻ എന്നെ കൊല്ലാൻ വന്നയ്യോ? മായച്ചി താരേ, ഏട്ടത്തിയുടെ കയ്യിൽ പിടിച്ച് മെരിങ്ങി പോന്ന ശിവേ നീ കണ്ടോ? മായച്ചിക്ക് ഇപ്പൊ അതാണല്ലേ കാര്യം. ആ വട്ടൻ എന്നെ കൊല്ലാമെന്ന് കണ്ടില്ലേ? ഞാൻ എല്ലാം കണ്ടു. അവൻ എന്തുകൊണ്ടാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്നും എനിക്കറിയാം. ഓഹോ, അപ്പൊ മായച്ചി അറിഞ്ഞോണ്ടാണല്ലേ അവൻ എന്നെ കൊല്ലാമെന്ന്? ഒരു സൂചനെങ്കിലും തരായിരുന്നു. എടീ, കടും നിറങ്ങളും കാഴ്ചയില് വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളും ആ സൈക്കോ ശിവയ്ക്ക് ഇഷ്ടമില്ലാന്ന് നിനക്കറിയില്ലേ? അപ്പൊ ഞാൻ ഈ സാരി എടുത്താണോ ശിവയുടെ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം.
ഈശ്വരാ, അപ്പൊ ഇനി വീട്ടില് മര്യാദയ്ക്ക് ഒരു സാരി പോലും ഉടുത്ത് നടക്കാൻ പറ്റില്ലേ? എന്റെ സാരിയൊക്കെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ സാരികൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. അതൊക്കെ നമ്മൾ ഉടുക്കുക തന്നെ ചെയ്യും. ഏ? അതെങ്ങനെ മായച്ചി? ഇതൊക്കെ കൊടുത്തവന് ആ വട്ടന് ഭ്രാന്ത് കൂടില്ലേ? കൂടട്ടെ, അതാണല്ലോ നമുക്കും വേണ്ടത്. അരേ, നമുക്ക് എന്താ വേണ്ടത്? അവനെ എങ്ങനെയെങ്കിലും തിരികെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി അവന്റെ ശല്യം ഒഴിഞ്ഞു പോകണം, അല്ലേ? അതെ, പക്ഷെ അത് നടക്കില്ലല്ലോ. നടക്കും. അതിനുള്ള വഴിയാ ഞാൻ ഈ പറഞ്ഞത്. അവനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഇനി നമ്മൾ ധരിക്കാവൂ. കടും ചുവപ്പ്, കടും നീല, ഇതുപോലെ കാഴ്ചയ്ക്ക് വിഭ്രാന്തി ഉണ്ടാക്കുന്നവ. അത് കണ്ട് അവൻ വയലന്റ് ആവണം, അവന്റെ സമനില തെറ്റണം. അത് മതി അവനെ തിരിച്ച് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കെട്ടുകെട്ടിക്കാൻ. നമ്മളെയൊക്കെ അവൻ കൊല്ലാൻ വന്നു, എന്നിട്ട് അവൻ എന്താ ജ്യോതിയെ ഉപദ്രവിക്കാത്ത? അതിന് കാരണമുണ്ട് താരേ. അവന്റെ മനസ്സിൽ ജ്യോതിയോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, മറ്റാരോടുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത. ഇനി അവൻ അവളെ കാണുമ്പോ പഴയ കാമുകിയാണോ ഓർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പാവും. കുഴപ്പമുണ്ടാവണമല്ലോ. അവന് അവളോടുള്ള അടുപ്പം കൂടണം. അത് കൂടിക്കൂടി അവൻ അവളെ കാണാതിരിക്കാൻ പറ്റാതാവണം. എങ്കിലേ അമരാവതിയിൽ ഒരു സ്ഫോടനം ഉണ്ടാവും. അത് മതി നമുക്ക് ജയിക്കാൻ. അവൾ ആ വട്ടനെ എന്തിനു മുകളിലേക്ക് കൊണ്ടുപോയത്? ബെല്ലും ബ്രേക്കും ഇല്ലാത്ത നമ്മുടെ അമ്മായിയമ്മയ്ക്ക് കൂട്ട് ആ വട്ട് പിടിച്ച അനിയൻ. ഇതിനേക്കാൾ നല്ല കോമ്പിനേഷൻ വേറെ കിട്ടാനില്ല. ഇത് വല്ലതൊക്കെ കുത്തിപ്പൊളിക്കും. അവനെ കൊണ്ട് അവള് മുകളിലേക്ക് പോയത് എന്തിനാണാവോ? നീ അടുക്കളയിലേക്ക് ചെല്ല്. അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അതെ, ഏട്ടന്റെ കൂടെ പുറത്തു പോകാന്ന് ശിവ ഏറ്റതല്ലേ? ഏട്ടൻ റെഡിയായി കഴിഞ്ഞു. ശിവ ചെന്ന് റെഡിയായിട്ട് വാ. ചേടാ, എന്താ ഇത് ശിവ? എന്തിനാ ഇങ്ങനെ കുട്ടികളെ പോലെ പിണങ്ങുന്നേ? എനിക്ക് പുറത്തേക്ക് പോകണ്ട. ദാണ്ട് ചെല്ലുന്നില്ലെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത്? ശിവയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഡി കെ ഇതൊക്കെ ചെയ്യുന്നേ? എനിക്ക് ആ സന്തോഷം വേണ്ട. പുറത്തിറങ്ങി എനിക്ക് ആരെയും കാണണ്ട. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവേ. ഏട്ടനോട് ശിവയെ റെഡിയാക്കാന്ന് വാക്ക് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോയിക്കാം. എന്തേ? ശരി, ഞാൻ വരാം. നല്ല കുട്ടി. ജ്യോതി ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പോയി ശിവയ്ക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഡ്രസ് എന്റെ കയ്യിലുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഏട്ടനും അനിയനും ഇടാനുള്ള ഡ്രസ് കോഡ് ഞാനാ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാവേ.
SK, എന്താ? സത്യത്തിൽ SKക്ക് വേണ്ടി ജ്യോതി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കറിയാം, അത് നീ പറയണമെന്നില്ല. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. അത് പിന്നെ SK, എന്താ ഇത്ര ആത്മാർത്ഥമായിട്ട് പറയുന്നത്? നിന്റെ കാര്യം തന്നെയാ ജ്യോതി ഞാൻ SKയോട് പറഞ്ഞത്. SK പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നീ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഞങ്ങളും കാണുന്നുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുമെന്ന് പറയുകയായിരുന്നു. ദാ, ഇന്ന് ഈ കോട്ട് ഇട്ടിട്ട് വേണം ഏട്ടന്റെ കൂടെ പുറത്തു പോവാൻ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഒരുക്കി വിട്ടോ ജ്യോതി, കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് അനിയനെ നന്നായിട്ട് ഒരുക്കി വിട്ടോ നീ. ഇതിന്റെ അവസാനം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മായച്ചി, ഹലോ, ഇതെന്താ ദിവാസ്വപ്നം കണ്ട് മതിമറന്ന് നിൽക്കണോ? നല്ല ഗന്ധർവന്മാരും കൂടുമ്പോഴാ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുന്നെന്ന് പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗന്ധർവനാണോ അസുരനാണോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ അവന്റെ മനസ്സിൽ ഒരിളക്കം തട്ടിയിട്ടുണ്ട്. അവളുടെ സാമീപ്യം അവൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. മായച്ചി എന്താ കഥ പറയാണോ? ശ്രീയേട്ടൻ ഇന്നലെ രാത്രി വിളിച്ചെന്റെ ഹാങ് ഓവർ ഇതുവരെ തീർന്നില്ലേ? ഞാൻ കഥ പറഞ്ഞതൊന്നുമല്ല, ദിവാസ്വപ്നം കണ്ടതുമില്ല. കണ്ട കാഴ്ച ഒന്നുകൂടി ഓർത്ത് നിന്നുപോയതാ. കണ്ട കാഴ്ചയോ? എന്ത് കാഴ്ചയെക്കുറിച്ചാ മായച്ചി പറയുന്നേ? ഗന്ധർവനാണെന്ന് കരുതി അസുരന് ചുറ്റിലും പാറി പറന്ന ഒരു ചിത്രശലഭം. പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ, ഏത് നിമിഷം വേണമെങ്കിലും ആ അസുരൻ ചിത്രശലഭത്തെ ഞെരിച്ചു കൊല്ലുമെന്ന്. ഏത് ചിത്രശലഭം? നമ്മുടെ അമ്മായി അമ്മ എന്ന ചിത്രശലഭം. മുകളിലിപ്പോ ഞാനൊരു കാഴ്ച കണ്ടു. എന്റെ വാക്കിന് വരിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ പോയിക്കാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കഥയുടെ അർത്ഥം? അപ്പോ അനിയന്റെ മനസ്സിൽ ഏട്ടത്തെ അമ്മ ഒരു ദേവതയായി മാറിക്കഴിഞ്ഞു. അവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള ഒരു വഴിയല്ലേ SK? അനിയനെ സന്തോഷിപ്പിക്കുന്നതിൽ കൂടെ ഏട്ടന്റെ മനസ്സിൽ സ്ഥാനം നേടാനായിരിക്കും അവളുടെ ധാരണ. അതിന് ഏട്ടത്തിയമ്മയാണെന്ന് അവന് തോന്നണ്ടേ? അതെന്താ അങ്ങനെ? ഭ്രാന്തമായ മനസ്സവന്റേത്. ഇപ്പൊ ശാന്തമാണെങ്കിലും എപ്പോ വേണമെങ്കിലും ആ മനസ്സ് ഇളകി മറിഞ്ഞേക്കാം. പൂജയുടെ ദിവസം നമ്മളത് കണ്ടതാണല്ലോ. ഓ, സത്യത്തിൽ പേടിയുണ്ട്. എന്റെ ശ്വാസം പോലും നിലച്ചുപോയി. അത്രയ്ക്ക് ഭ്രാന്തല്ലേ അവൻ കാണിച്ചത്? അനുഭവിക്കട്ടെ, ഇതിന്റെ ഒക്കെ ഫലം അവൾ അനുഭവിക്കട്ടെ. വട്ടുപിടിച്ചവനെ കൈപിടിച്ചു കൊണ്ടുവന്നത് അവളല്ലേ? അവൾക്ക് മുന്നിൽ അവനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ മെരുങ്ങുന്നുണ്ട്. അതിനർത്ഥം എന്താ? SKയുടെ മനസ്സിൽ അവളോടൊരു വിധേയത്വം തോന്നിയിട്ടുണ്ടെന്നല്ലേ?
മഴ പെയ്യാതെ വിണ്ട് കീറിക്കിടന്ന് ഒരു പാഴ്നിലമാണ് അവന്റെ മനസ്സ്. അതിലേക്കാ ഏട്ടത്തിയമ്മയുടെ സ്നേഹപ്രകടനം. അവന്റെ എല്ലാ കാര്യങ്ങൾക്കും അവളിപ്പോ കൂടെ വേണം. ഏട്ടത്തിയമ്മയാണെന്നത് മറന്ന് അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടാകാൻ അധിക സമയമൊന്നും വേണ്ട. അവരുടെ ഈ അടുപ്പം നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. എന്തവസരം?